മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, ആരോഗ്യം, ആചാരം, ആഹാരം, ഈ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് സമഗ്രമായ ഒരു ജീവിത മാതൃക ഭൗതികമായും ആധ്യാത്മികമായും രൂപപ്പെടുത്തുക എന്ന നിലയിലാണ് ആചാര്യന്മാർ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത്. അതതിൻ്റെ ദർശനങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ബോധ്യമാകേണ്ടതാണ്. മീമാംസാ സൂത്രങ്ങളെടുത്ത് പഠിക്കുമ്പോൾ അധാതോ ധർമ്മജിജ്ഞാസ, അധാതോ ബ്രഹ്മജിജ്ഞാസ എന്നെല്ലാം പറയുമ്പോൾ അധശബ്ദത്തിനർത്ഥം പറയുന്നിടത്ത് ആനന്തരീയം എന്നർത്ഥത്തിലാണ് പറയുന്നത്. അധാതോ ബ്രഹ്മജിജ്ഞാസയിൽ വിവേക വൈരാഗ്യാദികൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പഠിക്കണം. യോഗശാസ്ത്രകാരനായ പതഞ്ജലി യോഗസൂത്രം എഴുതുമ്പോൾ അധയോഗ അനുശാസനം, അതിന് ശ്രദ്ധേയനായി ഭഗവാൻ വ്യാസൻ ഭാഷ്യം ചമയ്ക്കുമ്പോൾ അധശബ്ദത്തിന് ആനന്തരീയം എന്നൊരർത്ഥമല്ല കൊടുത്തു. അധ ഇത്യയം അധികാരഃ, അധികാരഃ ആരംഭഃ. യോഗത്തിന് യോഗം തന്നെയാണ് ആരംഭം എന്നർത്ഥമാണ് കൊടുക്കുന്നത്. അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോൾ ശ്രുതി ഏറ്റവും മനോഹരമായി പറഞ്ഞ ശരീരം, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, ഇതിൻ്റെ സംഘാതത്തെ വെച്ചുകൊണ്ടാണ് പതഞ്ജലി ചിന്തിച്ചത്. തൈത്തരീയാരണ്യകം പഠിക്കുമ്പോൾ ആത്മശബ്ദത്തിന് ഭാരതീയ ചിന്തയിൽ ആത്മാവെന്ന് പറയുന്നത് കേവലമായ ആത്മാവാണെന്ന് ആദ്യമങ്ങ് പറഞ്ഞേൽപ്പിക്കുകയല്ല. ഞാൻ നടക്കുന്നുവെന്നും ഞാൻ ഓടുന്നുവെന്നും ഒക്കെ പറയുമ്പോൾ ആത്മാവ് ശരീരമാണ്. ക്രമമായും മര്യാദാമസൃണമായും പഠിക്കുകയും അനുഭവിക്കുകയും ത്യജിക്കുകയും ചെയ്തില്ലെങ്കിൽ എത്തേണ്ടിടത്ത് നാം എത്തുകയില്ല എന്ന് നന്നായി പൂർവാചാര്യന്മാർക്ക് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശരീരം ആത്മാവാണ്, അന്ധതലത്തിൽ, അജ്ഞാനതലത്തിൽ അതിനെ നിഷേധിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ശരീരത്തെ, അതിൻ്റെ എല്ലാ അംശങ്ങളും, പഞ്ചഭൂതങ്ങളും സപ്തധാതുക്കളും എല്ലാം ചേർന്ന് സമമായിത്തീരുന്ന ഒരവസ്ഥയിൽ മാത്രമേ ചിന്ത പോലും ഉത്തമമായി തീരുകയുള്ളൂ. ശരീരേന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം ചേർത്തുവച്ചാണ് അതുകൊണ്ട് ചരകനും ചിന്തിച്ചത്. ശരീരേന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം നിത്യകശ്ച അനുബന്ധശ്ച പര്യായൈരായുരുച്യതേ എന്ന് പറയുമ്പോൾ
ശരീരം, ഇന്ദ്രിയം, സത്വം, ആത്മാവ്. ഇവയുടെ സമീചീനമായ സംയോഗമാണ് ആരോഗ്യം. അതുകൊണ്ട് ശരീരത്തെ ഒരിടത്ത് സ്വസ്ഥമായിരിക്കാൻ സംയമനം അനിവാര്യമാണ്. ആചാരം എന്നത് ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ അപ്പോഴാണ്. എനിക്കൊരിടത്തിരിക്കണം, എന്നിൽ അർപ്പിതമായിരിക്കുന്ന നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യകർമ്മത്തിന് എനിക്ക് കുറച്ചു സമയത്തേക്ക് കുറേ അവയവങ്ങളെ ചലിപ്പിക്കണം. എൻ്റെ കർത്തവ്യകർമ്മങ്ങൾക്ക് വേണ്ടി എനിക്ക് കുറേ സമയത്തേക്ക് മര്യാദാമസൃണമായി നിൽക്കണം. അപ്പൊ ശരീരത്തെ സ്വസ്ഥമാക്കുന്നതിന്, ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളുടെ സ്വാസ്ഥ്യം, സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയതേ. സ്വാസ്ഥ്യമെന്നത് ദോഷങ്ങൾ സമമായി, വാത പിത്ത കഫ ദോഷങ്ങൾ സമുജ്വലമായി സമമായി, അഗ്നികള് ജഡരാഗ്നി, ഭൂതാഗ്നികൾ 5, ധാത്വഗ്നികൾ 7. ഇതിന് അഗ്നിക്ക് സമാനമായി വേണം പലതും സംഭവിക്കാൻ. അഗ്നിയാണ് അതിസൂക്ഷ്മമായ ശുംഖം. കാരണം അന്നത്തിന്റെ ശുംഖമേതാണ്? അത് ജലമാകുന്നു. ജലത്തിന്റെ ശുംഖമേതാണ്? അത് അഗ്നിയാകുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാരതീയ വൈജ്ഞാനികർ ത്രിവൃത്കരണത്തെ അതീവ ശ്രദ്ധേയമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വിഷയങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് ആമുഖമായി എനിക്കിത് സൂചിപ്പിച്ചു പോകുവാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. മറ്റവസരങ്ങളിൽ അവയെക്കുറിച്ചുള്ള വിഷയമുണ്ടായാൽ നമുക്ക് അവയെ കൂടുതൽ വിശദീകരിച്ച് പറയാം. അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം വഴിയിൽ പകുതിയായി പോകുമെന്നുള്ളത് കൊണ്ട് ചിലതെനിക്ക് സൂചിപ്പിച്ചു പോകുവാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഛാന്തോഗ്യം മുതലായ ഉപനിഷത്തുകൾ നിങ്ങൾക്കതിന് എടുത്ത് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കാം. അപ്പൊ തൈത്തരീയ ആരണ്യകത്തിലെ ശരീരമാണ് ആത്മാവ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ശരീരത്തെ സമുജ്വലമായി ആരോഗ്യപൂർണമായി തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുക. ശരീര സംയമനമാണ് ആരോഗ്യം. ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ജീവിതവും സംയമനമില്ലായ്മയാണ്, സ്വാതന്ത്ര്യമാണ് ജീവിതമെന്നാണ് പഠിപ്പിക്കുന്നത്. ആരോഗ്യമെന്ന കുറ്റിയിലായിരിക്കണം വ്യക്തി എന്തിനും നിലകൊള്ളേണ്ടത്. അതിനെയാണ് ധർമ്മം എന്നവർ പ്രവചിച്ചത്. ധാരണ ഉള്ള ജീവിതം, ധൃത ശക്തിയുള്ള ജീവിതം. അതിനായിക്കൊണ്ട് സമദോഷ സമാഗ്നിശ്ച, പ്രധാന അഗ്നിയായ ജഡരാഗ്നി, 5 ഭൂതാഗ്നികൾ, 7 ധാത്വഗ്നികൾ. നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ആധാരം അതാണ്. ഇന്ന് കേരളം എവിടെ നോക്കിയാലും ഉപാപചയ സംബന്ധമായ പരിണാമം കൊണ്ട്
ഒട്ടനേകം രോഗങ്ങൾ ബലത്തെ ബാധിച്ചാണ് ഉണ്ടാകുന്നത്. ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് തുടങ്ങിയ അനേകം രോഗങ്ങൾ പ്രജനന പ്രക്രിയയുടെ രംഗങ്ങളിലേക്ക് ചെന്നാൽ മുഴുവനും തന്നെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളാണ്. ഇവയിൽ പലതിനെയും നാം അന്വേഷിച്ചു പോയാൽ അഗ്നിയിലാണ് ചെന്ന് നിൽക്കുക. അഗ്നികൾ സമമായി ജഠരാഗ്നി, ഭൂതാഗ്നി, ധാത്വഗ്നി, ധാത്വഗ്നികൾ 7. രസം പരിണമിച്ച് രക്തവും, രക്തം പരിണമിച്ച് മാംസവും, മാംസം പരിണമിച്ച് മേധസ്സും, മേധസ്സു പരിണമിച്ച് അസ്ഥിയും, അസ്ഥി പരിണമിച്ച് മജ്ജയും, മജ്ജ പരിണമിച്ച് ശുക്രവും, തിരിച്ചവയുടെ പരിണാമവും ചേർത്ത് വെച്ചുള്ളൊരു വലിയ ലോകത്തെയാണ് പൂർവാചാര്യന്മാർ വിഭാവനം ചെയ്യുന്നത്. അതിൽ അഗ്നിയുടെ പങ്ക്, സൂക്ഷ്മാഗ്നിയുടെ പങ്ക്, ഈ 13 അഗ്നികൾ സമമായി, ധാതുക്കൾ 7 സമമായി, മലങ്ങൾ, തലമുടി, നഖം, വിയർപ്പ്, മലം, മൂത്രം ഇവയൊക്കെ സ്വച്ഛന്തമായിരിക്കണം. മലക്രിയകൾ ഓരോ ധാതുവിൻ്റെയും മലം വരെ സ്വച്ഛന്തമായി തീരുന്ന മലക്രിയകൾ സമമായി, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ പ്രസന്നമായി തീരുമ്പോഴാണ് സ്വാസ്ഥ്യം. ഇത് അടുത്ത കാലത്താണ് WHO അംഗീകരിച്ചതെന്ന് തോന്നുന്നു. WHO ആരോഗ്യത്തിൻ്റെ മാഗ്ന കാർട്ടയിൽ അടുത്ത കാലത്താണ് എഴുതിയത്, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അവിടെ സോഷ്യൽ വെൽബീയിങ് ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്ത് മാത്രമാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ മാതൃജം, പിതൃജം, ആത്മജം, അന്നരസജം, ഒരച്ഛൻ എന്തൊക്കെ കഴിച്ചിട്ടാണ്, എന്തൊക്കെ കണ്ടിട്ടാണ്, എന്തൊക്കെ കേട്ടിട്ടാണ്, എന്തൊക്കെ പെരുമാറിയിട്ടാണ് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പോകുന്നത്. ഗാർഹസ്ഥ്യം സ്വീകരിക്കുവാൻ പിതാവാകാൻ തീരുമാനിക്കുന്ന ഒരച്ഛന് ചില ഉത്തരദായിത്വമെല്ലാം ഉണ്ട്. തോന്നിയ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. സമാജമാണ് അവൻ്റെ കുട്ടിയെ നേരിടേണ്ടി വരുന്നത്. ഒരു കള്ളൻ ജനിക്കുമ്പോൾ, ഒരു കൊള്ളക്കാരൻ ജനിക്കുമ്പോൾ, ഒരു തോന്നിയവാസക്കാരൻ ജനിക്കുമ്പോൾ ഒക്കെ സമാജം ഒട്ടേറെ വേദനകളിലൂടെയും യാതനകളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഒരുവൻ നാളെ വിവാഹം കഴിക്കുമോ, അവനെ കൊണ്ടുള്ള ശല്യത്തിനപ്പുറമാണ് മക്കളെ കൊണ്ടുള്ള ശല്യം. ആ നിലയിൽ എന്താഹാരമാണ് കഴിക്കുന്നത്, എന്തു പെരുമാറ്റമാണ് ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തമായ ആരോഗ്യ സംസ്കാരം ഉണ്ടായില്ലെങ്കിൽ അവനിൽ നിന്നൊരു ആതുര സംസ്കാരമാണ് സംഭവിക്കുക. അതുകൊണ്ട് മാതൃജം, പിതൃജം, അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത്,
സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും പുരുഷ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ സംഘടിതത്വത്തിൻ്റെയും പുരുഷ സംഘടനയുടെയും ഒക്കെ ചിന്തയുടെ കാലവും അതിൽ നിന്നുണ്ടാകുന്ന വികൃത ഭാവങ്ങളുടെ കാലവുമാണ് ഇത്. ആചാരങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയും സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം നൽകുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ആചാരം എവിടെയാ വേണ്ടി വരുന്നത്? മാതൃജം, പിതൃജം, ആത്മജം, മാതാവും പിതാവും സംയോജിക്കുന്നൊരു വേളയിൽ പരകായ പ്രവേശത്തിന് തയ്യാറായി നിൽക്കുന്ന ആത്മാവ് വന്നു ചേരുന്നു എന്നാണ് ശരകൻ പരകായ പ്രവേശത്തെക്കുറിച്ച് സുവ്യക്തമായി സംസാരിക്കുന്നത്. എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ വിനയ സൗശീല്യങ്ങൾ, എൻ്റെ അഹങ്കാരം, എൻ്റെ ധാടിമോടികൾ, ഇതെല്ലാം വായുവിൽ ഗന്ധമെന്ന പോലെ എൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക്, സ്ഥൂലമായ എൻ്റെ ശരീരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ വേളകളിൽ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും കൊരുക്കുന്ന എൻ്റെ ജീവിതം നാളെ ഈ ശരീരം അസ്തമിച്ചു കഴിയുമ്പോൾ വായുവിൽ നിന്ന് ഗന്ധമെന്ന പോലെ സ്വീകരിച്ചുകൊണ്ട് എവിടെയോ ചേരാനിരിക്കുന്ന മാതൃപിതൃബീജങ്ങളിലേക്ക് സന്നിവേശിക്കുമ്പോൾ എൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും ആയിരം കർമ്മങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളും കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന എൻ്റെ ജീവിതമൊന്നും അന്ന് തീരുമാനിക്കുന്നതല്ല, ഇന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആത്മജം, എൻ്റെ അമ്മ എന്നെയും ഉദരത്തിലിട്ട് കഴിക്കുന്ന ആഹാരങ്ങൾ അന്നരസജം, ദൗഹദ അപചാരജം. സ്ത്രീ വിമോചനത്തിന്റെ ഭാഷയിൽ വലിയൊരു ഹോട്ടലിൽ റൂമെടുത്തു, ബിയറടിച്ചു, അവിടെ ഇരുന്ന് ടെൻഷൻ കാരണം സിഗരറ്റ് വലിച്ചു. ഇതൊക്കെ അവളുടെ തൊഴിലിൻ്റെയും അവളുടെ ഭർത്താവിനോടുള്ള ദേഷ്യത്തിൻ്റെയും ഒക്കെ ഭാഗമാകുമ്പോഴും നാളെ വരാനിരിക്കുന്ന കുഞ്ഞിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന്, ആ കുഞ്ഞെങ്ങനെയെല്ലാം ഈ സമാജത്തിൽ പോകേണ്ടി വരുമെന്ന് ചിന്തിക്കുവാനുള്ള വിശാലത ഇല്ലാതെ വരുമ്പോഴാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനൊക്കെ ആരോഗ്യത്തെ മാറ്റി നിർത്തി ചിന്തിക്കാൻ കഴിയുന്നത്. ഇവിടെയെല്ലാം ആചാരം വളരെ പ്രധാനമാണ്. ശരീരം സംയമനമുള്ളതായിരിക്കണം. ശരീരത്തെ സംയമിപ്പിക്കുന്നത് പതഞ്ജലത്തിന്റെ ഭാഷയിൽ ആസനം കൊണ്ടാണ്. പ്രാണനാത്മാവാണ്. ബഹിജരപ്രാണനും അന്തരപ്രാണനും രണ്ട് പ്രാണങ്ങളുടെ ചേർച്ചയാണ് ഈ ജീവിതം മുഴുവൻ. പ്രാണനെ എങ്ങനെയാണ് സംയമിപ്പിക്കുന്നത്? പ്രാണായാമം ഒന്നുകൊണ്ടാണെന്ന് പതഞ്ജലി. പ്രാണസ്യേകം വശേ സർവം. എന്തിനൊരുങ്ങുമ്പോഴും, എന്ത് കർമ്മത്തിനൊരുങ്ങുമ്പോഴും ഹഠയോഗ തലത്തിലെങ്കിലും, അതാണ് താഴ്ന്ന തലം, ഇടയിലൂടെയും പിങ്കളയിലൂടെയുമുള്ള ശ്വാസപ്രശ്വാസങ്ങളെ സമീകരിക്കാൻ പാകത്തിന് ഒരു 21 പ്രാവശ്യമെങ്കിലും പതിവായി രാവിലെ പ്രാണനെ നിയന്ത്രിച്ചു ചെയ്യുമ്പോൾ പ്രാണശരീരമാണ് വശമാകുന്നത്. പ്രാണായാമ പരായണന്മാരായ ഋഷിമാർ 3 യോഗങ്ങളിലൂടെ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുക. ഹഠയോഗം, രാജയോഗം
തുടങ്ങിയ തലങ്ങളിൽ അതൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്. ലയയോഗവും മറ്റും അത്യന്തം ശ്രദ്ധേയങ്ങളാണ്. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾക്കാണെങ്കിൽ മാത്രമേ അവ പഠിക്കാൻ പോകാവൂ. കാട്ടിക്കൂട്ടാനും അപകടങ്ങളിലെത്താനുമായി പോകരുത്. ക്രമമായല്ല പോകുന്നതെങ്കിൽ ഉന്മാദാദികളിലേക്ക് എത്താൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ അളവിൽ അടയോഗത്തിൽ പറയുന്ന പോലെ സൂര്യചന്ദ്ര നാഡികളെ ഒന്നിലൂടെ ശ്വാസം എടുത്ത് നിർത്തി മറ്റേ നാസാദ്വാരത്തിലൂടെ വിട്ട് മറ്റേ നാസാദ്വാരത്തിലൂടെ എടുത്ത് നിർത്തി ആദ്യത്തതിലൂടെ വിട്ട് അങ്ങനെ അനുലോമയും പ്രതിലോമയുമായി ഒരു 21 പ്രാവശ്യം ചെയ്തിട്ട് എന്ത് കർമ്മവും ചെയ്യുക. അതാകുമ്പോൾ അപകടമൊന്നും ഉണ്ടാവില്ല. പ്രാചീനർ ഗണപതി ഹവനം മുതലേ എല്ലാത്തിലും ചെയ്തു പോന്നിട്ടുള്ളതാണ്. പ്രാണനെ സംയമിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ പ്രാണായാമമാണ്. ശരീരം ആത്മാവാണ്, പ്രാണൻ ആത്മാവാണ്, ഇന്ദ്രിയങ്ങൾ ആത്മാവാണ്. ഇന്ദ്രിയ സംയമനം എനിക്ക് തോന്നുന്നത് ആരോഗ്യരംഗത്ത് തീരെ ഇല്ലാത്തത് അതുതന്നെയാണെന്നാണ്. ഡോക്ടർ അത് ഭംഗിയായി തുടങ്ങി വെച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ടി വിയിലെ പ്രോഗ്രാമുകൾ അതിലൂടെയൊക്കെയാണ് പോകുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ എത്ര വികലമായി ഉപയോഗിക്കാം. അത് ആധ്യാത്മിക ആചാര്യന്മാരെ, അത് രാഷ്ട്രീയക്കാരെ, അത് മതനേതാക്കന്മാരെ, അത് ജുഡീഷ്യറിയെ ഒക്കെ കൈവിട്ടിനി വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ ചാനലും കുട്ടിപ്പട്ടാളം നടത്തുന്ന സ്ഥലത്തെത്തി വീട്ടിനകത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള വികല ബന്ധങ്ങളുടെ രംഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇരുന്ന് ആസ്വദിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം തകരുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേനെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആങ്കറിങ് നടത്തുന്ന സിനിമാ നടിമാരുടെയും മറ്റും പ്രൗഢിയിലാണ് നിങ്ങളതിൽ കണ്ടുപോകുന്നത്. പക്ഷേ അതിലൂടെ നിങ്ങളുടെ കുട്ടികൾ എത്ര വശ്യമായ ലോകങ്ങളിലേക്ക് കടന്നു പോകുമെന്നും എത്രത്തോളം പ്രായമെത്താതെ അവർ ചിന്തിക്കുമെന്നും പാകമെത്തുമ്പോൾ എങ്ങനെ അവർക്ക് വിരക്തി വരുമെന്നും പ്രായത്തിൽ വരുന്ന വിരക്തി എങ്ങനെ അവരെ ക്യാൻസർ മുതലായ രോഗങ്ങളിലേക്ക് എത്തിക്കുമെന്നും കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇവിടെയാണ് ഇന്ദ്രിയങ്ങളുടെ സംയമനം. പ്രത്യാഹാരം കൊണ്ട് ഒരുവൻ ശക്തനായിത്തീരുന്നത് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുമ്പോഴല്ല. ഒരു പ്രാവശ്യം തൻ്റെ കണ്ണ് ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ 10 പേരെ നിർത്തി അതിനെ നിയന്ത്രിക്കുകയും 10 പേരെ അതിൻ്റെ പുറകെ വിടുകയും ചെയ്തിട്ട് ആ 20 പേരിലും വരുന്ന മാറ്റം നിങ്ങൾക്ക് കൺട്രോൾ എക്സ്പെരിമെൻ്റ് നടത്തി തന്നെ പരീക്ഷിക്കാം. ഏതൊരുവനാണോ ഏതൊരു ഇന്ദ്രിയം തന്നെ വലിക്കുമ്പോഴും ബന്ധിക്കുമ്പോഴും ആ ബന്ധനത്തിനകത്ത് വീഴാതിരിക്കുന്നത് അവൻ്റെ ശക്തിയാണ് ഏറ്റവും വലുത്. ഇതുകൊണ്ടാണ് ഇന്ത്യൻ ആധ്യാത്മികത ലാളിത്യത്തിലൂന്നി വളർന്നത്. ഇന്നത് എല്ലാ തരത്തിലുമുള്ള സമ്പന്നതയിലൂന്നി വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലമാകട്ടെ അകത്ത് കേൾക്കരുതാത്ത വാർത്തകൾ പുറത്തു വരികയാണ്. അതിൻ്റെ ഔന്നത്യങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തല്ലുകൊള്ളാറില്ല. ഗവൺമെന്റിന്റെ, ജുഡീഷ്യറിയുടെ, പോലീസുകാരുടെ, നാട്ടുകാരുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം സപ്പോർട്ട് അവർക്ക് തെറ്റുകളിൽ ലഭിക്കുമ്പോഴും ഈ ഇന്ദ്രിയപരമായ ലോകങ്ങളിൽ പോകാതെ ഇന്ത്യൻ മണ്ണിലൂടെ തെണ്ടി നടന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ ഭിക്ഷുക്കളാണ്, സന്യാസിമാരാണ്, അവരെയാണ് എതിരാളികൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഈ ദുരവസ്ഥയുടെ കാരണം തന്നെ ഇന്ദ്രിയം വല്ലാതെ വിഷയങ്ങളിലേക്ക് ഷിഞ്ഞബന്ധനെ വിഷയലോകങ്ങളിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ്.
ആ ഇന്ദ്രിയങ്ങളെ സമീചീനമായി സംയമിപ്പിക്കുക. അത് ആചാരം കൊണ്ടേ നടക്കുള്ളൂ. ആചാരങ്ങൾ അറ്റവന് ധർമ്മമുണ്ടാവില്ല. ആചാര പ്രഭവാൻ, ആചാര ഉള്ളവൻ മാത്രമാണ് ധർമ്മമുള്ളവൻ. ആചാരങ്ങൾ എന്താണെന്ന് നല്ലപോലെ അറിയണം. അപ്പോ ഇന്ദ്രിയങ്ങൾ ആത്മാവാണ്. ഇന്ദ്രിയം കഴിഞ്ഞാൽ മനസ്സ്. മനസ്സ് ധാരണ കൊണ്ടാണ് സംയമനം ശീലിക്കുന്നത്. ധീ, ധൃതി, സ്മൃതി, ഈ മൂന്നെണ്ണത്തിന്റെ വൈകല്യമാണ് രോഗങ്ങളുടെ പ്രകൃഷ്ട കാരണമെന്ന് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എല്ലാം. ധീ, ധൃതി, സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ അശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപണം. യാതൊരുവന്റെ ബുദ്ധി മര്യാദാമസൃണമായി അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം മുതലായവയിൽ നിലകൊള്ളുന്നു, അവൻ ആരോഗ്യവാനാണ്. ധീയും ധൃതിയും സ്മൃതിയും പോയിട്ട് ഹിംസാസ്തേയം, അന്യഥാഗമം, പൈശുനം, പരുഷം, അനുതം, സംഭിന്നാലാപം, വ്യാപാദം, അവിദ്യ, ദൃഗ്വിപര്യം, പാപം, കർമ്മേതി ദശധ, കായവാങ് മനസ്സസ്തജേത്, ഇവയിൽ വീഴുന്നു. അവന്റെ ദോഷങ്ങൾ പ്രകോപിക്കുന്നു. അതുകൊണ്ട് മനസ്സിനെ സംയമിപ്പിക്കണം. മനസ്സംയമനം, ധാരണയാണ് അതിന് വഴി. ആധുനിക വിദ്യാഭ്യാസം അതിനെതിരാണ് എല്ലാ അർത്ഥത്തിലും. ഒന്നാമത്, നിങ്ങൾ പഠിക്കുവാനല്ല ആധുനിക വിദ്യാഭ്യാസത്തിന് പോകുന്നത്, സ്വയമേവ നൈസർഗികമായി അറിയുന്നത് തിരസ്കരിക്കാനാണ്. അച്ഛൻ കണ്ട കടല്, അമ്മ കണ്ട മാവ്, മാങ്ങ ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഷയിൽ, ലിംഗങ്ങളിൽ, ജനിതക സ്മൃതികളിൽ കിടക്കുമ്പോൾ വൈദേശികമായൊരു ഭാഷയിൽ സ്പെല്ലിംഗ് ഉൾപ്പെടെ അനേകം ആവൃത്തി വായിച്ച് കാണാതെ പഠിക്കാനൊരു കുട്ടിയെ വിടുമ്പോൾ അവന് ജന്മജന്മാന്തരമായി കിട്ടിയ അറിവ് തിരസ്കരിക്കാനാണ് പോകുന്നത്, സ്വീകരിക്കാനല്ല. ഇത് ലിംഗ്വിസ്റ്റിക്സിന്റെ വിഷയമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവന് രണ്ടു തരം സാക്ഷരതകളും ഉണ്ടാകുന്നത്. ലിറ്ററസിയുടെ രണ്ടു മേഖലകളും, വൈകാരിക സാക്ഷരതയും വൈചാരിക സാക്ഷരതയും കൈവരിക്കുമ്പോഴേ ആരോഗ്യമുണ്ടാവും. രണ്ട് സാക്ഷരതയും ഇല്ലാതാകുന്ന വിധമാണ് ഇന്ന് ലിംഗ്വിസ്റ്റിക്സിനെ ഉപയോഗിക്കുന്നത്. അതൊക്കെ വളരെ വിപുലമായ വിഷയങ്ങളാണ്. സൂചിപ്പിക്കാതെ കടന്നുപോകാൻ മനസ്സിനെ പറയുമ്പോൾ പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിൻ്റെ ധാരണയെ സൂചിപ്പിക്കുവാൻ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായതുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് സസ്റ്റൈനബിലിറ്റി ഇല്ല. an unsustainable education. ഒരൊറ്റ വിദ്യാർത്ഥിക്ക് പോലും കോമൺ സെൻസ് ഇല്ല. വലിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിറക്കുമ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്നത് എവന്റ് മാനേജ്മെന്റ് വഴിയാണ്. അച്ഛനും അമ്മയും സഹായിച്ചു കൊടുക്കും. ബി.എഡിനൊക്കെ പഠിക്കുമ്പോൾ മുഴുവൻ ചിത്രവും വരയ്ക്കുന്നത് ചിത്രകാരന്മാരാണ്. എന്നോട് എതിരുണ്ടാകാമെന്ന്, എൻ്റെ വാക്കുകളോട് എതിരുണ്ടാവാം.
എൻ്റെ വാക്കുകളോട് വിയോജിപ്പുണ്ടാവാം. 1-ാം നമ്പറിൽ വരുന്ന മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളുള്ള സ്ഥാപനങ്ങളിലെല്ലാം ആ 1-ാം നമ്പറിൽ വരുന്നവരെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. അതിൽ 50% തൈറോയിഡ് താറുമാറായവരായിരിക്കും. ഡക്റ്റിലസ് ഹോർമോണുകൾ മുഴുവൻ, പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈറോയിഡ്, പ്രോസ്റ്റേറ്റ് എല്ലാം. അതിന് കാരണം ഈ ധൃതി സ്മൃതി വിഭ്രംശമാണ്. അതുകൊണ്ട് ധാരണ വേണം. ധാരണ കൊണ്ട് മാത്രമാണ് മനസ്സംയമനമെന്ന് പതഞ്ജലി. ഇത്രയും കഴിയുമ്പോഴാണ് ബുദ്ധിയുടെ പ്രവർത്തന മണ്ഡലം വരുന്നത്. ഇത് കയ്യിലാക്കാതെയാണ് നിങ്ങളുടെ ആധ്യാത്മിക സ്ഥാപനങ്ങളെല്ലാം കണ്ണടച്ച് ധ്യാനിക്കാനിരുത്തുന്നത്. ധ്യാനം കഴിയുമ്പോൾ നല്ല ശതമാനം ആളുകൾ ആശുപത്രിയിലേക്കാണ്. ഓജക്ഷീയേത ശോക കൃത് ധ്യാന ശോകശ്രമാദിഭിഃ. ഓജസ് ക്ഷയിക്കുന്നു കോപം കൊണ്ട്. ഉപവാസം കൊണ്ട്. ഉപവാസത്തെ ആയുർവേദം അതിനുള്ള ദഹനരസങ്ങളെ നിയന്ത്രിക്കുന്നവന് മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. സാർവലൗകികമായി എടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. വിരോധം വരുമ്പോൾ ഒട്ടും ഉപയോഗിക്കരുതാത്തതാണ്. മനസ്സിലായില്ല? എതിരാളിയോടുള്ള വിരോധത്തിനാണിന്ന് ഉപവാസം. ഭാര്യയെ പേടിപ്പിക്കാൻ ഭർത്താവിൻ്റെ ഉപവാസം, ഭർത്താവിനെ പേടിപ്പിക്കാൻ ഭാര്യയുടെ ഉപവാസം. ഇതൊന്നും ആരോഗ്യത്തിന് ചേർന്നതല്ല. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഭൂരിപക്ഷവും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അതിനെയൊക്കെ അനുകൂലിക്കുവാൻ ചരകനും സുശ്രുതനും ഒന്നും ശ്രമിച്ചിട്ടില്ല. അവരുടെ വചനങ്ങളാണ് ഞാൻ ഉരുവിടുന്നത്. എന്നോട് വെറുപ്പുണ്ടായാലും വിരോധവുമില്ല. ഗാന്ധിജി ഉൾപ്പെടെ പോയ വഴി ആരോഗ്യശാസ്ത്രത്തിന് വിരുദ്ധമാണ്. ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും ചേർന്നതല്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് തലങ്ങളിലുള്ള ഔന്നത്യത്തെയും മഹാത്മാവെന്ന അവസ്ഥയെയും പരിപൂർണമായി ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, മഹാന്മാരൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാവുകയും അതിനെ അനുകരിക്കാൻ ജനത തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ലോകത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ജനതയേക്കാൾ കൂടുതൽ അപകടങ്ങളിൽ ജനത എത്തുന്നത്. വ്യക്തിയെ ആരാധിക്കുവാൻ എന്നാണോ ഇന്ത്യൻ സമൂഹം തുടങ്ങിയത്, അന്നു മുതൽ ഇന്ത്യൻ സമൂഹം അപകടത്തിലാണ്. എന്നു മുതലാണോ ഇന്ത്യൻ സമൂഹങ്ങളിൽ ജനങ്ങൾ സംഘടിതമായി തീരാൻ ശ്രമിച്ചു തുടങ്ങിയത്, അന്നു മുതൽ ഇന്ത്യ അപകടത്തിലാണ്. കാരണം 4 പേരിൽ നിന്ന് ആലോചിച്ച് വരുന്നത് ധർമ്മമാവില്ല, കോംപ്രമൈസ് ആയിരിക്കും. അതൊക്കെ വിപുലമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, പഠിക്കാം. തെറ്റുണ്ടെന്ന് തോന്നിയാൽ എന്നെ ശിക്ഷിക്കാം. അവിടെയാണ് ധാരണയ്ക്ക് വലിയ പ്രാധാന്യം വരുന്നത്. ധാരണ ഇവിടം വരെ എത്തുമ്പോഴാണ് ബുദ്ധിയെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ധ്യാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ധ്യാനിക്കുന്നത് ഓജസ്സിനെ ക്ഷയിപ്പിക്കും. അതിനു മുമ്പാണെങ്കിൽ ഓജക്ഷീയേത വാഗ്ഭടൻ കൃത്യമായ പറഞ്ഞിരിക്കുന്നു. ശോകം, ദുഃഖം വരുമ്പോഴൊക്കെ ഓജസ് ക്ഷയിക്കും. ക്രോധം വരുമ്പോൾ, ക്രോധം ക്ഷുത്ത്, ക്രോധക്ഷുത്, ധ്യാനം, ശോകം, ശ്രമം,
അത്യധികമായ അധ്വാനം, ഇവയെല്ലാം കൊണ്ട് ഓജസ് ക്ഷയിക്കും. പാകമായി കഴിഞ്ഞ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നിടത്ത് വരുമ്പോൾ ധ്യാനാത്മകത ഉത്തമമാണ്. പതഞ്ജലി അങ്ങനെയാണ് പറഞ്ഞത്. ബുദ്ധിയെ സംയമിപ്പിച്ച് കഴിഞ്ഞാൽ ചിത്തത്തിൻ്റെ സംയമനമാണ്. അവിടെയാണ് സവിധ സമാധിയുടെയും സഹജ സമാധിയുടെയും ലോകങ്ങൾ. അതനുഭവിച്ച് കഴിയുമ്പോഴാണ് ഒരുവൻ പൂർണ്ണ ആരോഗ്യവാനായിത്തീരുന്നത്. അതനുഭവിച്ചിട്ടുള്ളവന് മാത്രമേ ആരോഗ്യത്തിൻ്റെ അനുഭവമായ അമൃതത്വം ലഭിക്കുകയുള്ളൂ. ഇവിടെയാണ് ആചാരങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം ചരകൻ ചോദിക്കുന്നു. കസ്മാത് പ്രജം സ്ത്രീ വികൃതം പ്രസൂതേ ഹീനാധികാംക്ഷീ വികലേന്ദ്രിയം വ ദേഹകഥം ദേഹമുപൈതി ജന്യം ആത്മാ സദാ കൈരനുബധ്യതേ ച. ഇന്ന് ചോദിച്ചതല്ല, ഇതുണ്ടാകാത്ത കാലത്ത് ചോദിച്ചതാണ്. ഇന്ന് ഇവിടുത്തെ ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, വാസൻ തുടങ്ങിയ ഐ ക്ലിനിക്കുകളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ബുദ്ധിമാന്ദ്യത്തിനും ഓട്ടിസത്തിനും വേണ്ടി ഐക്കോൺസ് പോലുള്ള സ്ഥാപനങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒക്കത്ത് കുഞ്ഞിനെയും എന്തി ജന്മഭാവവും ഏറ്റുവാങ്ങി ക്യൂ നിൽക്കുന്ന അച്ഛനമ്മമാരെ കാണുമ്പോൾ കോടീശ്വരന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ, പിശഗ്വര പ്രമാണിമാർ, ആധ്യാത്മികത കൊണ്ട് അമ്മാനമാടി കളിക്കുന്ന മതനേതാക്കന്മാർ, ഇവരുടെയൊക്കെ വീടുകളിൽ ആ വീടിന് വേണ്ടത്ര സന്താനം കിടന്ന് കാലും കയ്യും ഇട്ട് അടിക്കുന്നത് കാണുമ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ, ഒരു മനുഷ്യന്റെ ഒക്കെ അന്തരംഗത്തിൽ ഈ ചോദ്യമുണർന്നിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നു. അവരല്ല ചോദിച്ചത്. നിങ്ങളോ ഞാനോ അല്ല ഈ ചോദ്യം ചോദിച്ചത്. മാനവ പരിണാമത്തെ ആഗ്രഹിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നല്ല ഈ ചോദ്യം വന്നത്. ചരകനാ ചോദിച്ചത്. കസ്മാത് പ്രജം സ്ത്രീ വികൃതം പ്രസൂതേ. എന്തുകൊണ്ടാണ് വികൃത പ്രജയെ സ്ത്രീ പ്രസവിക്കുന്നത്? ഹീനാധികാംക്ഷീ വികലേന്ദ്രിയം വ ദേഹകഥം ദേഹമുപൈതി ജന്യം ആത്മാ സദാ കൈരനുബധ്യതേ ച. എങ്ങനെ ആത്മാവ് പരകായ പ്രവേശം നടത്തുന്നു? എന്തിനോടാണിതിൻ്റെ അനുബന്ധം? അനുബധ്യതേ ച. ഉത്തരവും വേറെ ആർക്കും പറയാനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ സമൂഹത്തിൽ ആരെങ്കിലും ഈ ഉത്തരം പറയണ്ടേ? ആർക്കും അറിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ചരകൻ തന്നെ ഇതിന് ഉത്തരം പറഞ്ഞു. ചോദ്യോത്തരമൊക്കെ പ്രാചീനർ സ്വയം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്തു വെച്ചതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം മനോഹരമാകുന്നത്. ചോദ്യം ചോദിച്ചവർ മറഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മൾ പരസ്പരം ചോദിച്ച് കലഹിച്ച് മരിച്ചേനെ. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് നന്നായി അറിഞ്ഞിട്ട് ഉത്തരവും അവർ തന്നെ തന്നിട്ടാണ് പോയത്. തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഞെളിയാൻ എനിക്കുമാവില്ലായിരുന്നു. ജീവിതത്തിൽ അത്ര മനോഹരമായി മാനവ മനസ്സിനെ
അതിൻ്റെ ആഴത്തിൽ ചെന്ന് കണ്ട് ചോദിക്കുന്ന പോലെ ബീജാത്മകർമാശയകാലദോഷൈഹി. എത്ര പഠിച്ചു, എത്ര പ്രതാപങ്ങൾ ഉണ്ടാക്കി, എന്തെല്ലാമാണ് അണിഞ്ഞിരിക്കുന്നത്. ഓർഗാൻസയും ഷിഫോണും ഒക്കെ ഇട്ട് ഞെളിഞ്ഞ് നടക്കുമ്പോൾ 2.5 അടി പൊക്കമുള്ള ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പിടുമ്പോൾ ശരകന്റെ ഈ ചോദ്യത്തിന് ഉത്തരം അറിയാൻ വയ്യെങ്കിൽ എന്തിനായി വേഷം കെട്ടത്? ബീജാത്മകർമാശയകാലദോഷൈഹി മാതുസ്തധാഹാരവിഹാരദോഷൈഹി കുർവന്തി ദോഷാവിവിധാനി ദുഷ്ട സംസ്ഥാന വർണ്ണേന്ദ്രിയ വൈകൃതാനി വർഷാസു കാഷ്ടാസ്മഘനംബുവേഗ തരോ സരിത്സ്രോതസി സംസ്ഥിതസ്യ യഥൈവ ഗുര്യുർവികൃതിം തഥൈവ ഗർഭസ്യ കുക്ഷൗ നിയതസ്യ ദോഷാഃ. ചരക മഹാപ്രഭുവിന് പുനർവസു ആത്രേയന് 1000 നമോവാദം. ആത്രേയാങ്കിത വിജ്ഞാനത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങളിലൂടെ മാനവ മനസ്സിനെ തേരോടിച്ചാൽ ആധുനികതയെല്ലാം അസ്തമിക്കുകയും മാനവൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. കാരണം ഈ ചോദ്യം സുശക്തമാണ്. ഇവിടെയാണ് ഭാരതം ആചാരത്തിന്, സാമൂഹ്യ ആരോഗ്യത്തിന്, ആചാരമര്യാദകൾക്ക് ഒക്കെ ആവശ്യമായ ധർമ്മത്തെ എടുത്തു കാണിക്കുന്നു. അവിടെ ബീജദോഷം മാതാവിൻ്റെയും പിതാവിൻ്റെയും, ആത്മദോഷം പൂർവകർമ്മങ്ങളുടെ, കർമാശയങ്ങളുടെ ദോഷം. കർമ്മം ചെയ്യുമ്പോൾ അറിയണം, അധിഷ്ഠാനം കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവത്ര പഞ്ചമം. ഓരോ കർമ്മത്തിലും ചെന്ന് ചാടുമ്പോൾ എല്ലാം പിടിച്ചു വലിക്കാൻ ഓടരുത്. ചെയ്യാൻ പോകുന്ന കർമ്മത്തിന് അധിഷ്ഠാനമാണ് ഞാൻ, അതിനെക്കുറിച്ച് എന്തെനിക്കറിയാം. കർമ്മങ്ങളെ ചെയ്യുമ്പോൾ കർമ്മം കാമ്യമാണോ എന്ന് ആദ്യം നോക്കണം. കാമ്യമാണെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് വിട്ടുകളയരുത്. കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്ത് പുറത്തു കിടക്കണം. ആധ്യാത്മികത പഠിപ്പിച്ച് കാമ്യകർമ്മമൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പഠിക്കുന്നത്. Am I right? കാമ്യകർമ്മങ്ങൾ കിടക്കുമ്പോൾ വരുന്ന വിരക്തി പൂർണ്ണമല്ല, ഭാഗികമാണ്. അപ്പോൾ ശരീരത്തിലെ ദേവതകൾ തപിക്കും. ഇൻ്റലിജൻസ്, കൈക്ക്, കാലിന്, നാവിന് ഒക്കെയുള്ള ആ ഇന്ദ്രിയ ശക്തികൾ, ഇൻ്റലിജൻസ്, ദേവതകൾ, അവയുടെ ആഹാരമാണ് ദർശം, പൗർണമാസം. മനസ്സ്, ബുദ്ധി, പ്രാണൻ. ഈ വിശാല വിശ്വം, ഇതാണ് അന്നം. അത് അന്നം എടുക്കുമ്പോൾ പറയാം. അന്നം സപ്താന്ന സർഗങ്ങളോടുകൂടിയതാണ്. 7 സർഗങ്ങളുള്ളതാണ് ഭാരതീയൻ അന്നം. ദർശം, പൗർണമാസം, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ലോകം, പശു അന്നം.
അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ ചെയ്ത് തന്നെ വേണം കടന്നുപോകാൻ. ഇല്ലെങ്കിൽ അകാല വിരക്തി വരും, ഭാഗിക വിരക്തി വരും. ആ വിരക്തിയിൽ കോശങ്ങളുടെ വളർച്ചയെ വലുതാക്കും. ചില പ്രത്യേക കോശങ്ങളുടെ ശരീരം കോശ സമൂഹത്തോടു കൂടിയതാണ്. അതുണ്ടാവുക അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി. 6 ഊർമികളോട് കൂടിയതാണ്. ബർത്ത്, ഗ്രോത്ത്, സെനസൻസ് ആൻഡ് ഡെപ്ത് എന്നാണ് കോശപഠനങ്ങളിൽ കൗശിക ആചാര്യന്മാർ, ആധുനികർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കോശങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച വരും പല കാരണങ്ങളാൽ. ചിന്ത കൊണ്ട് തന്നെ കോശം വളരെ വേഗം വളരും. പല കാമ്യകർമ്മങ്ങളെയും തടയുമ്പോൾ കോശം അനിയന്ത്രിതമായി വളരും. W.B. കാനൻ, അലക്സിസ് കാരൽ ഇവരെയൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, റെഫർ ചെയ്യാം. പാശ്ചാത്യ ചിന്തയും മനഃശാസ്ത്രവും ഒക്കെ വഴിമാറിയത് ഇവരുടെ കാലങ്ങളിലാണെന്ന് തോന്നുന്നു. അവയെ സമുജ്വലമായി സമീപിച്ചിട്ടുള്ളത്, നാഡികളോട് ചേർത്ത് വെച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ന്യൂറോൺ പപ്പയുമാണ്. ആ നിലയിൽ അവയൊക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ചിന്ത ചെയ്യാം. പഴയ കാലത്ത് വിരക്തന്മാർക്കും ഇന്ത്യൻ സന്യാസിമാർക്കും മാത്രം മുഖമുദ്രയായി കിട്ടിയിട്ടുള്ളതാണ് ക്യാൻസർ. കാമ്യകർമ്മങ്ങളെ ചെയ്തും അതിനെ നിഷ്കാമകർമ്മത്തിലേക്ക് വളർത്തിയും വിധിയാവണ്ണം ജീവിച്ച മാനവന് ഉണ്ടാകാത്ത രോഗങ്ങളാണ് ഇന്ന് മാനവന്റെ ഈറ്റില്ലങ്ങളിലേക്ക് മാരകമായി കടന്നു കയറിയിരിക്കുന്നത്. മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും തലങ്ങൾക്കപ്പുറം സൂക്ഷ്മ ശരീരത്തിന്റെയും കാരണ ശരീരത്തിന്റെയും അന്തർസ്ഥിത ചൈതന്യങ്ങളിലേക്ക് ആധുനികന്റെ ഗിനിപ്പന്നിയിലെയും വെള്ളലിയയിലെയും മരുന്നുകൾ എത്തുമോ എന്ന് നിങ്ങൾക്ക് സമുചിതമായി ആലോചിക്കാം, ചിന്തിക്കാം.